വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. അഖില മിസ് ആണ്. യെസ്, നമ്മളെല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടൈം ടേബിൾ ഒക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ലിവിങ് ഇൻ ഹാർമണി, ഒന്നിച്ച് നിൽക്കാം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഈസി ആണ്, പക്ഷെ അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റും ആണ്. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. സോ എൻ്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം ഒബ്സർവ്ഡ് ബൈ എ ചൈൽഡ് ആർ ഗിവൺ ബിലോ. എന്നിട്ട് നമ്മളോട് കുറച്ച് എയും ബിയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ടു വിച്ച് ഇക്കോസിസ്റ്റം ഡു ദീസ് ഫാക്ടേഴ്സ് ബിലോങ്? ക്ലാസിഫൈ ദ ഗിവൺ ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ പെക്യുലാരിറ്റീസ് ആൻഡ് അറേഞ്ച് ദം ഇൻ എ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഒരു കുട്ടി നിരീക്ഷിച്ചിട്ടുള്ള കുറേ എന്ത് തന്നിട്ടുണ്ട്, യെസ്, കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് ഇക്കോസിസ്റ്റം ആണ്, ഏത് ആവാസ വ്യവസ്ഥയാണെന്ന് നമ്മൾ എഴുതണം. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം അതായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? യെസ്, പാഡി, വാട്ടർ, ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ അല്ലേ. പാഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലാണ്. വാട്ടർ നമുക്കറിയാം, വെള്ളമുണ്ട്. യെസ്, തവളയുണ്ട്, പുൽച്ചാടിയുണ്ട്, എയർ, ക്രാബ് അല്ലേ, ഞണ്ടുണ്ട്. യെസ്, സോയിൽ, വാട്ടർ സ്നേക്ക്, ബാക്ടീരിയ, ആൽഗെ, ബേർഡ്സ്, ഫംഗസ്. ഒരുപാട് ആളുകളെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഇവർ പറയുന്ന ഒരു ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയായിരിക്കും? പാഡി ഉള്ളത് കൊണ്ട് തന്നെ, നെല്ലുള്ളത് കൊണ്ട് തന്നെ അതൊരു നെൽപ്പാടം ആയിരിക്കും അല്ലേ. പാഡി ഫീൽഡ് എന്ന് നമുക്ക് ഇവിടെ എഴുതാം. പാഡി ഫീൽഡ് അല്ലെങ്കിൽ എന്താണ്? യെസ്, നെൽപ്പാടത്തിനെ പറ്റിയായിരിക്കും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഒരു ആവാസ വ്യവസ്ഥ അല്ലെ, നെൽപ്പാടത്തിനെ ആയിരിക്കും ഇവർ നിരീക്ഷിച്ചിട്ടുണ്ടാവുക. നെൽപ്പാടം. ഓക്കെ, മിസ് ഇവിടെ എഴുതി നെൽപ്പാടം എന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ ആൻസർ ചെയ്തു. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താണ്? നൽകിയിരിക്കുന്ന ഘടകങ്ങളെ അവയുടെ പ്രത്യേകത അനുസരിച്ച് പട്ടികപ്പെടുത്താനാണ്. എന്ത് പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ ഇവരെ, ഈ തന്നിട്ടുള്ള ആളുകളെ പട്ടികപ്പെടുത്തുന്നത്? നമുക്കറിയാമല്ലേ, ഒരു ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അവിടെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഏതാണ് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകൾ? ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും. ഈ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് പരസ്പരം എന്ത് ചെയ്ത്, ഹെൽപ്പ് ചെയ്ത്, ആശ്രയിച്ച്, ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു പ്രദേശത്തിനെ, ആ ഒരു ലൊക്കാലിറ്റീനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? നമ്മൾ യെസ്, ഇക്കോസിസ്റ്റം അല്ലേ, ആ ഒരു ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പം നെൽപ്പാടങ്ങളായിക്കോട്ടെ, കുളമായിക്കോട്ടെ, തോടായിക്കോട്ടെ, കുന്നുകളായിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഈവൻ അക്വേറിയം ആയിക്കോട്ടെ, എല്ലാം എന്താണ്? ആ ഓരോ ആവാസ വ്യവസ്ഥ, ഓരോ ഇക്കോസിസ്റ്റം ആണ് അല്ലേ. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളുമാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ളതിന് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പട്ടികപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ലിവിങ് തിങ്സ്. അതായത് നമ്മുടെ ജീവനുള്ളവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ജീവീയ ഘടകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അബയോട്ടിക് ഫാക്ടർ എന്തായിരിക്കും? അജീവീയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്ത ആളുകൾ, നോൺ ലിവിങ് തിങ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെ, അജീവീയ ഘടകങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ അത് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഈസി ആയിട്ട് പറയാനാണെങ്കിൽ അവിടെയുള്ള അബയോട്ടിക് ഫാക്ടേഴ്സിനെ നമ്മളൊന്ന് നോക്കിയാൽ മതി അല്ലേ. ഈ തന്നിട്ടുള്ളതിൽ എയറും സോയിലും വാട്ടറും എന്താണ്? അജീവീയ ഘടകങ്ങൾ അഥവാ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകളെയൊക്കെ നമുക്ക് എവിടെ കൂട്ടാം? അവിടെ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് അല്ലേ, നമ്മുടെ സൂക്ഷ്മജീവികളുണ്ട്. അവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ജീവീയ ഘടകങ്ങൾക്ക്, നമ്മുടെ ലിവിങ് തിങ്സ് അതായത് ബയോട്ടിക് ഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, തരം തിരിച്ചെഴുതുന്നു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറേഞ്ച് ദ ഗിവൺ ഓർഗാനിസംസ് അപ്രോപ്രിയേറ്റ്ലി അക്കോർഡിംഗ് ടു ദ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ ഗിവൺ ബിലോ. ഒരു പട്ടിക തന്നിട്ടുണ്ട്. അവിടെ ഇതാ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? യെസ്, ടൈറ്റിൽ ഉണ്ട് അല്ലേ. പട്ടികയ്ക്ക് ഹെഡിങ് ഉണ്ട്. ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്, ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ്, വിഘാടകർ അല്ലേ, ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് ആളുകൾ, 3 ഗ്രൂപ്പ് ആളുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ എന്ന് പറഞ്ഞാൽ സ്വയം
സ്ഥിരം ഭക്ഷണം ഉണ്ടാവുന്ന ആളുകൾ അല്ലേ. എന്നാൽ നമ്മളുടെ ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കുന്ന ആളുകളാണ്. ആൻഡ് ഡീകമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഘാടകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, അതിനെയൊക്കെ മണ്ണോടായിട്ട് ലയിപ്പിക്കുന്ന ആളുകളെ നമുക്ക് എന്ത് വിളിക്കാം? ഡീകമ്പോസേഴ്സ്, വിഘാടകർ എന്ന് വിളിക്കാം അല്ലെ. വിഘടിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതാ ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? ഫംഗസ് ഉണ്ട്, ടൈഗർ, റാബിറ്റ്, ബാക്ടീരിയ, ടെപ്പിയോക്ക ആൻഡ് ഗ്രാസ് അല്ലെ. ഇത്രയും ആളുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനകത്തുള്ള നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനെ, നമ്മുടെ ഹരിത സസ്യങ്ങളെയൊക്കെ നമുക്ക് എങ്ങോട്ട് പോലാം? നമ്മുടെ ഉൽപാദകരായിട്ട്, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. അവരാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അവരാണ് നമുക്ക് ഫുഡ് തരുന്നത്. സോ ഗ്രാസും നമ്മുടെ മരച്ചീനി, ടപ്പിയോക്കേനെ നമ്മൾ എവിടെ ഇട്ടു? നമ്മുടെ ഉൽപാദകർ, നമ്മുടെ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ആണ് അവർ. ഇനി ഈ പറഞ്ഞിട്ടുള്ള ഉപഭോക്താക്കളാണ്, കൺസ്യൂമേഴ്സ് ആണ് ഈ തന്നിട്ടുള്ളതിലുള്ള നമ്മളുടെ ടൈഗറും അതുപോലെ തന്നെ നമ്മുടെ റാബിറ്റും അല്ലെ. നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള മുയലും കടുവയും ഒക്കെ കഴിക്കുന്ന ആളുകളാണ്, ഭക്ഷിക്കുന്ന ആളുകളാണ്. അതിന് സ്വന്തമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവരെ നമ്മൾ ഉൽപാദകർ, പ്രൊഡ്യൂസേഴ്സിൽ ഇട്ടത്. മറ്റവരെ നമ്മൾ ഉപഭോക്താക്കർ, കൺസ്യൂമേഴ്സിൽ ഇട്ടും. ഇനി ഇവരെയൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന, വിഘടിപ്പിക്കുന്ന ആളുകളാണ് ആര്? ഫംഗസും ബാക്ടീരിയയും പോലെയുള്ള മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ഭാഗങ്ങളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ കൂട്ടത്തിൽ മക്കളോട് ഒരു കാര്യം കൂടെ പറയാണ്. അടിപൊളിയായിട്ട് എക്സാം ഒക്കെ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഡേ ബൈ ഡേ റിവൈസ് ചെയ്തുകൊണ്ട്, വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. മോഡൽ എക്സാംസ് എഴുതേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വജ്ര ബാച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ഓഫറുമായിട്ട് അല്ലേ. നിങ്ങൾ നോക്കിയേ, 1000 rupees നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വജ്ര ബാച്ച് ഇപ്പോൾ സ്വന്തമാക്കാം. അപ്പോൾ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാത്തതുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ഓടി വരിക. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.